ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ അവസ്ഥ എന്താ? ഇന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ അവസ്ഥ എന്താ? മുസ്ലിമീങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു 10 കൊല്ലം മുമ്പ് ജീവിച്ചതുപോലെ നമുക്ക് ഇന്ന് ജീവിക്കാൻ കഴിയണുണ്ടോ? ഒരു 15 കൊല്ലം മുമ്പ് ജീവിച്ചതുപോലെ മുസ്ലിമീങ്ങൾക്ക് ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ കഴിയണുണ്ടോ? ഇല്ല. SIR എന്ന് പറയുന്ന ഒരു ഫോം ഇന്ന് പൂരിപ്പിക്കാൻ വേണ്ടി സർക്കാർ നിർദ്ദേശിച്ചിരിക്കുക, കേന്ദ്ര സർക്കാർ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ, SIR ഫോം നമ്മുടെ വീട്ടിലേക്ക് പൂരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ അതിന്റെ ആളുകളെ, BLO ആളുകളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പേടിപ്പിച്ച് അവർ ഓടിച്ചു വിടാൻ പാടില്ല. അത് പൂരിപ്പിക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഭാവിയിൽ ചിലപ്പോ നമുക്ക് വലിയ പ്രശ്നം വരാം. നമ്മുടെ പൗരത്വത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ പ്രശ്നം വരാം. 2002 വോട്ടുള്ളവന് ചിലപ്പോ ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ കഴിയില്ല. വല്ലാത്ത പ്രതിസന്ധിയില്ല. ചിലപ്പോ ഒരു 10-20 വർഷം കഴിയുമ്പോ ചിലപ്പോ അടുത്ത കൊല്ലം തന്നെ നമുക്ക് വോട്ടില്ലെന്ന് പറഞ്ഞേക്കാം, അല്ല 5 കൊല്ലം കഴിഞ്ഞ് നമുക്ക് വോട്ടില്ലെന്ന് പറഞ്ഞേക്കാം. അത് വല്ലാത്ത പറയും. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ കൊണ്ടുവരുന്ന നന്മയ്ക്കാൻ നിങ്ങൾ കരുതുന്നുണ്ടോ? SIR-ഉം ഫോം അതും ഇതുമെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ നന്മയ്ക്കാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. മുസ്ലിമീങ്ങളെ എങ്ങനെയെങ്കിലും ആട്ടി ഓടിക്കണം, മുസ്ലിമീങ്ങളെ എങ്ങനെയെങ്കിലും തകർക്കണം, അവരെ ഈ ലോകത്ത് തന്നെ ആട്ടി ഓടിക്കണം എന്നുള്ള നിഗൂഢ ലക്ഷണത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇതെല്ലാം. പക്ഷെ നമ്മൾ തളയാൻ പാടില്ല, നമ്മൾ പേടിക്കാൻ പാടില്ല, നമ്മൾ വിറക്കാൻ പാടില്ല. നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ, കേന്ദ്ര സർക്കാർ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളാ, നമ്മളത് പാലിക്കേണ്ടതുണ്ട്. അത് കൊണ്ടുവരുന്ന സമയത്ത് പേടിക്കാതെ പതറാതെ അതിന്റെ ആളുകളും അതിന്റെ സെല്ലുകളും അതിന്റെ ഹെൽപ്പിംഗ് സെല്ലുകളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവും, അഴിത്തലയിലൊക്കെ ഉണ്ടാവും. അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അതൊക്കെ പൂരിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് എന്റെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സലാമത്തൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നാട്ടിൽ അള്ളാഹു നല്ല ഭരണാധികാരികൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നല്ല ഭരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള കാരണം എന്താ? മുസ്ലിമീങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയണില്ല. കാരണം എന്താ? നമ്മൾ അള്ളാനെ മറന്നു, നമ്മൾ അള്ളാനെ മറന്നു. അള്ളാനെ മറന്നുകൊണ്ട് തെമ്മാടിത്തരങ്ങൾ ചെയ്തുകൊണ്ടല്ലേ നമ്മുടെ ജീവിതം എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് പോവാ. റമദാൻ വരുമ്പോ ആദ്യത്തെ 15 ദിവസം ഭയങ്കര തഖ്വയാ. 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ തഖ്വയില്ല, ഇഖ്ലാസും ഇല്ല, ഖുശൂഉം ഇല്ല, ഒന്നുമില്ല. പിന്നെ എല്ലാ സ്റ്റേറ്റ്സിലാ. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. അള്ളാനെ മറന്നപ്പോ അള്ളാഹു 8ന്റെ പണി എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് തരാൻ തുടങ്ങി. ഞാൻ പറയാ, അള്ളാനെ ഓർത്തോ, അള്ളാനെ സ്മരിച്ചോ, ഇൻഷാ അല്ലാഹ് ഈമാനോട് കൂടി മരിക്കാൻ കഴിയും. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. 1, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം. 2, അള്ളാനെ ഓർക്കാൻ കഴിയണം.